ഹായ് ഗൈസ്, ഇന്ത്യൻ ആർമി ഈ വട്ടം ഒരു സ്ട്രോങ് മൂവ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അതായത് ഈ വട്ടം വെറുതെ അല്ല മുന്നോട്ട് നീങ്ങിയിരിക്കുന്ന ബംഗ്ലാദേശൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു യൂണിറ്റ് നമ്മുടെ ചിക്കൻ നെക്കിൻ്റെ അടുത്ത്, അതായത് ബംഗ്ലാദേശിൻ്റെ ആ സിലിംഗുറി കൊറിഡോറിൻ്റെ അടുത്തോട്ട് ഒന്ന് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഇതിൽ നിന്ന് വെറും 100 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ റഫേൽ വിമാനങ്ങളും കൊണ്ടുപോയി നിർത്തി വെച്ചിരിക്കുന്നു. ഇനി നാലാമത്താണ് ഏറ്റവും പ്രത്യേകത, അതായത് ഇതിൻ്റെ ചുറ്റും S-400 എന്ന് പറയുന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അവിടെ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തം കൂടെ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് മുന്നിലുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. റീസെൻ്റായിട്ട് ഇതേ യൂണിസ് ചൈനയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യനെ വേണ്ടാത്ത രീതിയിൽ വലിച്ചഴിച്ച് ഒരു കോൺട്രവേഴ്സിയായ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് ഡെഡ് ലോക്ക് ലാൻഡ് ലോക്കിലാണ് പെട്ടിരിക്കുന്നത്. അതായത് ഈ കടലിന് മൊത്തം ഞങ്ങളാണ് ഇവിടെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിരുന്നു. അതിനുശേഷം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അതായത് ആ 7 സ്റ്റേറ്റിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് അടക്കം ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് മുഹമ്മദ് യൂനിസിനെതിരെ പറയാൻ തുടങ്ങി. ഉദാഹരണത്തിന് അസം CM ആയിക്കോട്ടെ, ത്രിപുരത്തെ ഒരു ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ത്രിപുരേനെ ഒന്ന് വലുതാക്കാൻ, ഗ്രേറ്റർ ത്രിപുരയാക്കേണ്ട സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ചിറ്റഗോൺ പിടിച്ചെടുത്തുകൊണ്ട്, അതായത് ആ സ്ഥലം മൊത്തം പിടിച്ചെടുത്തുകൊണ്ട് ഗ്രേറ്റർ ത്രിപുരയിലോട്ട് നീങ്ങണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തന്നെ ആ സ്റ്റേറ്റിൽ നിന്നല്ല വരാൻ തുടങ്ങി. പൊതുവേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ അഫയേഴ്സാണ് ആദ്യം ഇവിടെ വരിക. പക്ഷേ ഈവൻ ഇപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് അടക്കം ഈ ഒരു പ്രോആക്റ്റീവായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു വിസിറ്റിൽ മുഹമ്മദ് യൂനിസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ചൈനേനെ ഈ സിലിംഗുറി കൊറിഡോർ, അതായത് നമ്മുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന അതിൻ്റെ വെറും 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു എയർബേസ്, മിലിറ്ററി എയർബേസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കാൻ പോകുകയാണ്. വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റ് ത്രെറ്റ് ടു ഇന്ത്യ. അതായത് അതിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ ചൈനയ്ക്ക് വലിയ ഗ്രിപ്പൊന്നുമില്ല, അതായത് കംപ്ലീറ്റ് ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു റീജനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു എയർബേസ് വരികയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡ് ഫുള്ളായിട്ടും ചൈനയുടെ കൺട്രോളിലോട്ട് ഒരു നിരീക്ഷണ വലയത്തിലോട്ട് പോകും. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ റീസെൻ്റായിട്ട് ശ്രീലങ്കയിൽ പോയപ്പോൾ ശ്രീലങ്ക പറഞ്ഞു അതായത് ഇന്ത്യക്കെതിരായിട്ട് ഒരു നീക്കങ്ങളും അതായത് ചൈനേനെ ഡയറക്റ്റ് ഉദ്ദേശിച്ചിട്ടാണ് ചൈനീസ് അതായത് ശ്രീലങ്കൻ സോയിൽ നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് നമുക്കിവിടെ മറ്റൊരു പാര ഉദിച്ചു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യ വിശാഖപട്ടണത്തിൽ നിന്ന് വെറും 50 കിലോമീറ്റർ ദൂരത്തിൽ ആന്ധ്രാപ്രദേശിൻ്റെ ആ സൈഡ് കോസ്റ്റിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ന്യൂക്ലിയർ സബ്മറീൻ ഷിപ്പ് ഡോക്ക് ചെയ്യുന്ന ഒരു പുതിയൊരു സ്റ്റേഷൻ കൂടെ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതും ഒബ്വിയസ്ലി ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഒരു ഓപ്പൺ ത്രെട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ യുനെസ് ISI, പാകിസ്ഥാൻ്റെ ISIനെ ഡയറക്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പല പ്ലാനുകൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഒക്കെ ഈ യുനെസ് ചെയ്യുന്നത് ഈ ചിക്കൻ നെക്കിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അപ്പോൾ യുനെസ് ഇതിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ത്രെട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളുടെ ചിക്കൻ നെക്കിനെ പിടിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ അതായത് കംപ്ലീറ്റ് അലൈ ഗ്രൂപ്പ് കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ ത്രെട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെട്ട് കണ്ട് പേടിക്കുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ? കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന പേരുണ്ടാക്കി കൊടുത്തതേ നമ്മളാണ്. ഇപ്പോൾ നമുക്കെതിരെ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ്റെ സെക്യൂരിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ? കാരണം ചൈന വരികയാണ്, പാകിസ്ഥാൻ വരികയാണ്. അപ്പോൾ ഈ രണ്ടും നമ്മുടെ ശത്രു രാജ്യമാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ചിക്കൻ നെക്ക് ഒബ്വിയസ്ലി അല്ലെങ്കിൽ സിലിംഗറി കൊറിഡോർ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ ത്രെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഹസിമാറ എന്ന് പറയുന്ന എയർ ബേസിലോട്ട് നമ്മുടെ റഫേൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു. അതായത് ഇത് സിലിംഗറി കൊറിഡോറിന് വെറും 100 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ മാത്രം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായത് ഒരു രീതിയിലും ഡിലേ ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് അറ്റാക്കുകൾ നടത്താം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് S-400, അതായത് ബാഗ്ഡോറ എന്ന് പറയുന്ന ആ ഒരു എയർബേസിലാണ് ഈ S-400 കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ചുറ്റുമുള്ള 400 റേഡിയസിൽ എന്തെങ്കിലും രീതിയിൽ ഡ്രോൺ ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് ഷോട്ട് ചെയ്ത് കളയും. ഇതും മറ്റൊരു കാര്യമാണ്. ഇനി നമ്മുടെ അതായത് മറ്റ് കാര്യങ്ങൾ, അതായത് ബ്രഹ്മോസ് മിസൈൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രോൺസുകൾ, അതുപോലെ തന്നെ ടാങ്കുകൾ എല്ലാം നീക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ചൈനേനെയും പാകിസ്ഥാനെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചിക്കൻ നെക്കിനെയാണ് ലക്ഷ്യമിടാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര ചെറിയ രാജ്യമൊന്നുമല്ല, ഞങ്ങളുടെ എല്ലാ എക്യുപ്മെൻറ്റും ചുറ്റുമുണ്ട്.
വൺസ് ഒരു സ്പാർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ സ്പീഡായിട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം നിങ്ങളുടെ വശത്ത് നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ നെക്കിന് ഒന്ന് വികസിപ്പിക്കുകയും ചെയ്യും. ബംഗ്ലാദേശിൻ്റെ ചിറ്റകോണൊക്കെ ഒന്ന് നമ്മളൊന്ന് ചെറുതാക്കി നമ്മളൊരു പുതിയൊരു ബംഗ്ലാദേശിന് ഉണ്ടാക്കി കൊടുക്കുക മടിക്കില്ല എന്നുള്ളൊരു ഡയറക്റ്റ് ത്രെട്ടാണ് കൊടുത്തിരിക്കുന്നത്.